സ്പിരിച്വാലിറ്റിയും ഈശ്വരനും തമ്മിലൊരു ബന്ധമില്ല. നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ കഴുകി കളയാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ് സ്പിരിച്വാലിറ്റി. ഒരിക്കലും പള്ളികളോ അമ്പലങ്ങളോ സമാധാനം ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റുകളല്ല. പള്ളി പോയാലേ നടക്കുള്ളൂ, ഞാൻ അമ്പലത്തിൽ പോയാലേ നടക്കുള്ളൂ. നിനക്ക് കഴിവുണ്ടെങ്കിൽ നടക്കും. സെൽഫ് കോൺഫിഡൻസ് ആണ് ഈശ്വരൻ. ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് നിരീശ്വരവാദികളാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കുന്നു. അവർക്ക് ഒരാൾക്ക് ശല്യം ചെയ്യുന്നില്ല, ഒരു ദൈവത്തിൻ്റെ പുറകെ പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സമാധാനത്തിന് പൈസ മുടക്കണ്ടോ, കടയിൽ പോയി വാങ്ങിക്കണോ, എന്തെങ്കിലും തരത്തിലുള്ള ചിലവുകളുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് നമുക്കതില്ല? എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഫ്രസ്ട്രേഷനിലോട്ട് പോകുന്നത്. ഇപ്പം മെഡിറ്റേഷൻ ഞാൻ തോന്നിയാൽ ഞാൻ ഇപ്പം ചെയ്യും, അത് നടറോട്ടിലിരുന്ന് ഞാൻ ചെയ്യും. പിന്നെ മനുഷ്യർക്ക് തരാൻ പറ്റാത്ത എന്തോ എനിക്ക് എൻ്റെ കൂടെയുള്ള ശക്തികൾ. എപ്പോഴെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി എനിക്ക് ദർശനം കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ബാബാജി വിശ്വസിക്കുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒരു എനർജി മാത്രമാണ്. ഇതിനെല്ലാം വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും നൽകി, പേരുകളും നൽകി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ നിന്ന് പിരിവ് വാങ്ങിക്കാൻ തുടങ്ങി. ശരി. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം റോഗിൻ ബാബാജിയാണ്. ഹായ് ബാബാജി, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. എന്താണ് സ്പിരിച്വാലിറ്റി? ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ആകെ കൂടി കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുക. ഒന്നുമില്ല, സമാധാനം തേടി നടക്കുക. നമ്മളെല്ലാവരും സമാധാനമില്ല, സന്തോഷമില്ല, നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, നമുക്ക് ആരെ വിശ്വസിക്കണം എന്നറിയില്ല, നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഓടിച്ചെല്ലും? നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കുള്ളൂ നമ്മുടെ കൂടെ ആരുമില്ല എന്ന്. അതുവരെ നമ്മുടെ വിചാരം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്തേക്ക് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ സ്ട്രോങ് ആവുക, നമ്മളെ ബാധിച്ചിരിക്കുന്ന നമ്മുടെ അഴുക്കുകളെടുത്ത് കളയുക. സ്പിരിച്വാലിറ്റിയും ഈശ്വരനും തമ്മിലൊരു ബന്ധമില്ല. ഒരു വ്യക്തിയുടെ സ്പിരിച്വാലിറ്റി അവൻ്റെ ഉള്ളിലിരിക്കുന്ന അഴുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരൻസ് നമുക്ക് തന്ന അഴുക്കുകൾ, നമ്മളായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി വെച്ചിരുന്ന അഴുക്കുകൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ കഴുകി കളയാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ് സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റിയുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാം. നഷ്ടപ്പെടലുകളും കൂട്ടിച്ചേർക്കലുകളുമാണ് ജീവിതം. നാളെ നമുക്ക് നഷ്ടമായിരിക്കും, അത് കഴിഞ്ഞ് നമുക്ക് കൂട്ടിച്ചേർക്കും. ചില നഷ്ടങ്ങൾ കണ്ടിന്യൂ വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ ടെൻഷൻ അടിച്ചു പോകും. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സൂയിസൈഡിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവും. അൾട്ടിമേറ്റ് സൂയിസൈഡിലോട്ട് പോകും. ആ സൂയിസൈഡിലോട്ട് പോകുന്ന ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് കൂടെ നിൽക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തയിലോട്ട് പോകും. ഈ സമയത്ത് ഒരു സ്പിരിച്വൽ പവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സ്പിരിച്വാലിറ്റിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് വിളിക്കാം, നിങ്ങളുടെ ഈശ്വരൻ എന്ന് വിളിക്കാം, ഓരോ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വിളിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സ്പിരിച്വാലിറ്റി ശരിക്കും നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസിനെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു രൂപ ചിലവില്ലാതെ, ഒരു കഷ്ടപ്പാടുകളും ഇല്ലാതെ, ഒരു പള്ളിയുടെ മുന്നിൽ പോയി മെഴുകുതിരി കത്തിക്കാതെ, ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കാതെ നമ്മുടെ ഉള്ളിലുള്ള ബോധത്തെ നമ്മൾ ഉണർത്തിയെടുക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. ഇതിന് പൈസ മുടക്കില്ല, ഒന്നുമില്ല. നമ്മളൊന്ന് നന്നാവണം, നമുക്ക് വേണ്ടി നമ്മളൊന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കൊന്ന് ചിരിക്കാൻ പറ്റണം, നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റണം, ഒരു നേരത്തെ ഭക്ഷണം സമാധാനത്തോടെ കഴിക്കാൻ പറ്റണം. ഇത്രേ ഉള്ളൂ സ്പിരിച്വാലിറ്റി, വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ബാക്കിയെല്ലാം എക്സ്പെക്റ്റേഷനാണ്. സ്പിരിച്വൽ ഫാൻറ്റസികൾ എന്നൊക്കെ പറയും, അങ്ങനെ ഇങ്ങനെ അത് ഇതെന്നൊക്കെ പറയും. ഒന്നുമില്ല, സമാധാനത്തോടെ ഇരിക്കണം. ഇപ്പോൾ ബാബാജി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ മെഴുകുതിരി കത്തിക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ കുർബാനയ്ക്ക് പോകുന്നത്, അമ്പലത്തിൽ പോകുന്നത്, പിന്നെ ദ്വാ ചെയ്യുന്നത്, ഇതെല്ലാം ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ് എന്നാണോ? വേസ്റ്റ് ഓഫ് ടൈം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾക്ക് സമാധാനമില്ലാതെ, നമുക്കൊരു സന്തോഷമില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരിക്കലും പള്ളികളോ അമ്പലങ്ങളോ സമാധാനം ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റുകളല്ല, അത് എനർജി ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റുകളാണ്. അതായത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല, എനിക്ക് കുടുംബത്തിൽ സമാധാനമില്ല, എനിക്ക് പ്രൊഫഷണൽ സമാധാനമില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പള്ളിയിൽ പോയി നിന്ന് വീണ്ടും അത് പ്രാർത്ഥിക്കും. ഈശ്വര, എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ, എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ. ഒരു ദിവസം പ്രാർത്ഥിക്കും, 2 ദിവസം പ്രാർത്ഥിക്കും, ഒരാഴ്ച പ്രാർത്ഥിക്കും, 1 മാസം പ്രാർത്ഥിക്കും. എന്ത് സംഭവിക്കും? നമുക്ക് കഴിവുണ്ടെങ്കിലേ കിട്ടുള്ളൂ, നമുക്ക് യോഗ്യത വേണം. നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് കരുതി ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ആരും ജോലി എടുത്ത് തരൂല. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ആ സമയം കൊണ്ട് നമുക്ക് ഇന്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല, അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ മതി, നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കുറവുകളെ വീണ്ടും നമ്മൾ ചിന്തിക്കുക. പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം പോയി നിന്ന് ഈശ്വര 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 എന്ന് വിളിച്ചാൽ ഒരിക്കലും ഈശ്വരൻ നിങ്ങൾക്കത് കൊണ്ട് തരില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജനിച്ചു കഴിഞ്ഞ നാൾ മുതൽ നമുക്ക് തലച്ചോറും 2 കാലുകളും നമുക്ക് സെൽഫായിട്ട് പ്രവർത്തിക്കാനുള്ള ബോധം ഈശ്വരൻ തന്നിട്ടുണ്ട്. ഈ ബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം. ഇവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് ഈശ്വരൻ തരും എന്നുള്ള വിശ്വാസം എവിടെ നിന്നോ നമ്മുടെ പാരൻസിനും നമുക്കും ഇഞ്ചെക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ പള്ളി പോയാലേ നടക്കുള്ളൂ, ഞാൻ അമ്പലത്തിൽ പോയാലേ നടക്കുള്ളൂ. നിനക്ക് കഴിവുണ്ടെങ്കിൽ നടക്കും. ഇവിടെ കഴിവ് നമ്മുടെ കഴിവിനേക്കാളും മുകളിൽ ഇവർ ഈശ്വരനെ കൊണ്ട് പ്ലേസ് ചെയ്തു. അല്ല, ഈശ്വരൻ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമോ നമ്മുടെ ഉള്ളിലുള്ള ജീവനാണ് ഈശ്വരൻ എന്ന സങ്കല്പം. അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി നമ്മൾ പിന്നെയും പോയി വിളിക്കണ്ട, പിന്നെയും പോയി പ്രാർത്ഥിക്കേണ്ട. അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം. നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ്, നമ്മുടെ എനർജി, എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസൊക്കെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു 90% നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് മാറ്റി വെച്ചു. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നമുക്ക് എന്തോ തരും. ഒന്നുമില്ല, ഒന്നും തരില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇതിനെല്ലാം നേടിയെടുക്കാനുള്ള കഴിവ് അതിനുണ്ട്. ഉണ്ടോ? ഉണ്ട്. എന്തിനാ വിശ്വസിക്കുന്നേ? എന്താ കുറവെന്താ? വായിക്കാൻ അറിയില്ലേ? ആളുകളോട് സംസാരിക്കാൻ അറിയില്ലേ? 2 കാല് ഉപയോഗിച്ച് നടക്കാൻ അറിയില്ലേ? എല്ലാം അറിയാലോ. പിന്നെ എവിടെയാണ് പ്രോബ്ലം? എന്താ? കോൺഫിഡൻസ് ഇല്ലായ്മ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ മറ്റുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നു, നമ്മൾ മറ്റു പല കാര്യങ്ങളും നമുക്ക് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. സെൽഫ് കോൺഫിഡൻസ് ആണ് ഈശ്വരൻ. ഈശ്വരനെ പോലും വിശ്വസിക്കേണ്ട. ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് നിരീശ്വരവാദികളാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കുന്നു. അവർക്ക് ഒരാൾക്ക് ശല്യം ചെയ്യുന്നില്ല, ഒരു ദൈവത്തിൻ്റെ പുറകെ പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ വസിക്കുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം, ആനന്ദം, സന്തോഷം. നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആ ബോധമുള്ള മനുഷ്യൻ, അതായത് ആനെ സംബന്ധിച്ചിട്ട് ഒരു സമാധാനം, സന്തോഷമുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ കുടുംബജീവിതം സക്സസ് ആവും, റിലേഷൻഷിപ്പ് സക്സസ് ആവും, ജോലി സക്സസ് ആവും. എന്തൊരു കാര്യം സമാധാനത്തോടെ സന്തോഷത്തോടെ ആൻ ചെയ്യുന്നോ അത് സക്സസ് ആണ്. മറ്റേത് എന്ത് പറ്റും? സമാധാനവുമില്ല, സന്തോഷമില്ല, നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ടെൻഷനാണ്. എന്ത് കാര്യം ചെയ്താലും അത് ഫെയിലിയറിലോട്ട് പോകും. നമുക്ക് ഇവിടെ സംബന്ധിച്ചിട്ട് ഒരു സ്പിരിച്വൽ പവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. ഇത് ഊർജ്ജ രൂപത്തിലാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു നമുക്കിതിന് വേണമെങ്കിൽ അന്ധമായിട്ട് എടുക്കാം, അന്ധവിശ്വാസം ഗണത്തിലോട്ട് വേണമെങ്കിൽ പെടുത്താം. പക്ഷെ അതല്ല, നിങ്ങൾ എന്നാണോ ഒരു സ്പിരിച്വൽ പവറിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം എന്താണെന്ന്. നമുക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യരെന്താണ്, നമുക്ക് ചുറ്റും നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മുടെ കുറവുകൾ എന്താണ്, എവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞിരുന്നില്ല. ആൻ്റെ കുറ്റം ആനോട് ആരും പറഞ്ഞത് സമ്മതിക്കുമോ? സമ്മതിക്കില്ല. 2 വട്ടം 3 വട്ടം സമ്മതിക്കും, 3ാമത്തെ വട്ടം സമ്മതിക്കില്ല. അതിനറിയാം അത് എനിക്ക് വേണ്ടി പറഞ്ഞിരുന്നതെന്ന്. പക്ഷെ അതല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കറക്റ്റ് പാരൻറ്റിങ്ങിനല്ല നമ്മൾ ജീവിക്കുന്നത്. അല്ല, നമ്മുടെ റിലേറ്റീവ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അത്രയും കഴിവുള്ളവരല്ല. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പാർട്ട്നേഴ്സ്, ഇവരെല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്നിലധികം മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ അച്ഛനമ്മയും ആ ഗണത്തിൽപ്പെടുന്ന, നമ്മുടെ പാർട്ട്നേഴ്സും ആ ഗണത്തിൽപ്പെടുന്ന, ഇവരുടെ എല്ലാവരുടെ നടുക്കം നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ഒരുപാട് മാനസിക രോഗികളല്ലാതെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റില്ല. നോർമലായിട്ടുള്ള ഒരു മനുഷ്യരും ഈ ലോകത്തില്ല എന്നാണ്. മോനെ, മനുഷ്യരുണ്ട്, അവരും നമുക്ക് കാണാൻ പറ്റില്ല. എന്താണ് നോർമൽ എന്ന് പറയുന്നത്? ഒന്നുമില്ല. സമാധാനത്തോടെ ഇരിക്കുക, ഇത്രേ ഉള്ള നോർമൽ എന്ന് പറയുന്ന. ആ സമാധാനത്തോടെ ഇരിക്കുന്ന ഒരാളെ കാണിച്ചു, ഒരാളുമില്ല. ഒന്ന് കാണിച്ചു. എന്താ സമാധാനത്തിന് എന്തിനാ പൈസ മുടക്ക്? സമാധാനത്തിന് പൈസ മുടക്കുണ്ടോ? കടയിൽ പോയി വാങ്ങിക്കണോ? എന്തെങ്കിലും തരത്തിലുള്ള ചെലവുകളുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് നമുക്കതില്ല? നമുക്കത് എന്തുകൊണ്ട് ഡെവലപ്പ് ആവുന്നില്ല? നമുക്ക് എന്തുകൊണ്ടൊന്നും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല? സമാധാനമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല? നമുക്ക് സമാധാനമൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല? നമ്മളിങ്ങനെ ബെഗിളി പിടിച്ചടക്കാം. എന്താ ചെയ്യേണ്ടത്, എന്താ കാണിക്കേണ്ടത് ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ പാനിക്കുക. ഇങ്ങനെ കൂടി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു 40 വയസ്സിന് ശേഷം എന്ത് സംഭവിക്കും? ഡിപ്രഷനിലോട്ട് നമ്മൾ പോകും. പ്രൊഫഷൻ ഡൗൺ ആവാൻ തുടങ്ങും, സാമ്പത്തികമായ ഇഷ്യൂസ് വരാൻ തുടങ്ങും, നെഗറ്റീവായ ഇഷ്യൂസ് വരാൻ തുടങ്ങും, ഒരുപാട് പ്രശ്നങ്ങൾ വരും, മാനസിക രോഗികളുടെ എണ്ണം കൂടും. ഇത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും ഒരു ബന്ധങ്ങൾ ശാശ്വതമല്ല. നമ്മൾ എക്സ്പെക്റ്റേഷനിലൂടെ ജീവിക്കുന്നതാണ് പ്രശ്നം മുഴുവനും. നമുക്കേ മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരോട് നമുക്ക് ചെയ്തു തരാൻ പറയാൻ പറ്റില്ല. അവർ ഏത് കണ്ടീഷനാണ്, എന്താ അവസ്ഥയിലാണ് ജീവിക്കുന്നത് നമുക്കറിയില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇത്രയും എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഈ ഫ്രസ്ട്രേഷനിലോട്ട് പോകുന്നത്. ഈശ്വര വിശ്വാസത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞു. ഞാനിവിടെ ഈശ്വരനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യാനോ ഈശ്വരനാണ് മഹത്വം അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ്റെ ഒരു ചൈതന്യം നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യൂ, അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യൂ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മണിക്കൂറോ 2 മണിക്കൂറെങ്കിലും നിങ്ങളെക്കുറിച്ച്. കാരണം എന്താ, നിങ്ങളുടെ ഉള്ളിൽ സൈക്കോ ആയ ഒരു വ്യക്തിയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും അഗ്രസീവായ ഒരു വ്യക്തിയുണ്ട്, ഏറ്റവും വൾഗറായ ഒരു വ്യക്തിയുണ്ട്, ഏറ്റവും ഡേഞ്ചറായ ഒരു വ്യക്തിയുണ്ട്. ആരെ വേണമെങ്കിലും ചതിക്കും. ഒരാളെ കൊല്ലാനും ഒരു മടിക്കില്ല.
നമ്മൾ. അത്രയും വൃത്തികെട്ട ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആളുടെ പുറത്താണ് നമ്മൾ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത്, ആ ആളുടെ പുറത്താണ് നമ്മൾ സ്മൈൽ ചെയ്യുന്നത്, ആ ആൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഇപ്പം ഞാൻ പറയുന്ന എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വ്യക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ മുഴുവനും ഒരാളെ കൊല്ലണമെന്ന് ആഗ്രഹിച്ച് നടന്ന ആളുകളല്ല, ഒരാളെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നാലല്ല. സാഹചര്യം അവരവിടെ കൊണ്ടെത്തിച്ചു. എന്ത് പറ്റി? ആ സാഹചര്യത്തിൽ അവർക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അല്ലേ, ആ സമയത്ത് അവർ പെട്ടുപോയി. ഒരാളെ എങ്ങനെ ഹൗ ടു മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എന്താണ് മൈൻഡിൽ എന്താ കൺട്രോൾ ചെയ്യേണ്ടതുള്ളത്? ഇപ്പം ഒരാളെ കൊല്ലാൻ, ഇപ്പം പറഞ്ഞ പോലെ ജയിലിൽ കിടക്കുന്ന എല്ലാ ആൾക്കാരും കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയതോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങിയതോ അവരുടെ സാഹചര്യങ്ങളിൽ അവർക്ക് പറ്റാതെ എന്നാ. അപ്പോ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ പോലും മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുക? മോനെ അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് നമ്മുടെ മൈൻഡിൽ കൺട്രോൾ ചെയ്യേണ്ട വിഷയം എന്താണ്? അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്ന അല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മൈൻഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ആ ഇമോഷൻ നമ്മൾ എക്സ്പോസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പുറത്തോട്ട് എടുക്കുമ്പോഴാണ് നമുക്കൊരു ഒരു കുറ്റകൃത്യം ചെയ്യാൻ തോന്നുന്നത്. ആ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഞാൻ അവിടെ ജയിച്ചു എന്നുള്ളൊരു ഭാവം വരുന്നത് ഓരോ ആളുകൾക്കും. അതായത് ഒരുത്തന്നെ ദ്രോഹിക്കാൻ വരുമ്പോൾ ഞാൻ അവനെ കുത്തിക്കൊന്നു, ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് ഞാൻ ജയിച്ചു. ശരിക്കും എന്താണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഒറ്റപ്പെടുത്തിയ, കുറ്റപ്പെടുത്തിയ, ചവിട്ടി അരച്ച കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടാത്ത, സ്വന്തം ബന്ധുക്കാരുടെ കയ്യിൽ നിന്നും ഈ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും കള്ളനും ചീത്തപ്പേരും കേട്ട കുറേ മനുഷ്യർ, കൂട്ടുകാരുടെ ഇടയിൽ ഒറ്റപ്പെട്ട മനുഷ്യർ, ആത്മഹത്യ എന്ന് വേണമെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് ജീവിച്ചിറങ്ങുന്ന മനുഷ്യർ, പണം എത്ര രൂപ സമ്പാദിച്ചിട്ടും ചതിക്കപ്പെട്ട മനുഷ്യർ, ഇവരെല്ലാവരും ഇത്തരമുള്ള അവരുടെ കഴിഞ്ഞു പോയ കാലഘട്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവർ നടക്കുന്നത്. ഇവർക്ക് അത് വേണ്ടപ്പെട്ട ആളുകളായതുകൊണ്ട് ഇവർക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ എന്തോരം അച്ഛന്മാരെ അമ്മമാരെ മക്കളെ ക്രൂരമായി ഉപദ്രവിക്കുന്നത്, ഒരു തരത്തിലുമുള്ള കോൺഫിഡൻസ് ഇല്ലാത്ത ലെവലിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്, ഒരു സപ്പോർട്ട് ചെയ്യാതെ, ഒന്നും വേണ്ട, ഒന്ന് തോളത്ത് തട്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അറിയില്ലാത്ത പാരൻസ് ഉണ്ട്, കൂട്ടുകാരുണ്ട്, പാർട്ട്നേഴ്സ് ഉണ്ട്. ഇത്രയും മാനസികാവസ്ഥയുള്ള ആളുകൾ പിന്നെയും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവരെ വെല്ലുവിളിക്കാനും ഇവരെ പഴയ ലൈഫിലോട്ട് കൊണ്ടുപോകാനും ചില മനുഷ്യർ ശ്രമിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് ട്രിഗറായിട്ട് ഇത്രയും നാൾ ഞാൻ നാണം കെട്ടി ജീവിച്ചു, ഇത്രയും നാൾ ഞാൻ പറ്റിക്കപ്പെട്ടു, ഇത്ര നാൾ ചതിക്കപ്പെട്ടു, ഇനി ഞാൻ അതിന് നിൽക്കില്ല എന്നുള്ള അവരുടെ ആ ഒരു തോന്നലാണ് ആ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൽ ഒരുപാട് ചതിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു 30-35 വയസ്സ് വരെ ചതിയിലൂടെ വേദനയിലൂടെ വന്ന ഒരു പുരുഷനെന്ന് വിചാരിക്കാം, അവൻ്റെ ഭാര്യ അവനെ ചതിച്ചു എന്ന് അറിയുന്ന നിമിഷം അവൻ്റെ സകലതും നഷ്ടപ്പെട്ടു. നിമിഷം ചിലപ്പോൾ ഭാര്യനെ അവൻ കൊന്നുകളയും. തിരിച്ചാണെങ്കിൽ ആ സ്ത്രീ ആണെങ്കിൽ ഇത്രയും പെയിനിലൂടെ, ഇത്രയും സങ്കടങ്ങളിലൂടെ, ഇത്രയും വേദനകളിലൂടെ എല്ലാം നശിച്ച് വന്ന് ഒരു പെൺകുട്ടി അവൻ്റെ ഭർത്താവ് ചതിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കൊലപാതകം സംഭവിക്കും. എന്താ കാര്യം? ആ സ്ത്രീയല്ല, അവൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളത്. ആ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളുടെ ആകെ തുകയാണ് ഒരാൾ ജയിലിൽ പോയി കിടക്കുന്നത്. ഞാൻ എല്ലാവരുടെയും ക്രിമിനൽ മൈൻഡ് സെറ്റ് വേറെയാണ്, ഒരു ഭൂരിപക്ഷം ആളുകളും ഇതാണ് അവസ്ഥ. അപ്പം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ മൈൻഡിന് വേറെ ഒരു പ്രശ്നമില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മുടെ തലയിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്കുണ്ടാകുന്ന ഒരു അപകടം. ബാബാജിയുടെ ആ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഡെയിലി റൂട്ടീൻ വരുന്നത്? അങ്ങനെയില്ല മോനെ, നമ്മുടെ ലൈഫിൽ നമുക്കൊരു റൊട്ടീനൊന്നും കീപ്പ് ചെയ്യാൻ പറ്റൂല. എപ്പോഴാണോ നമുക്ക് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? ഒന്ന് രാത്രിയും പകലും എന്ന് പറയുന്നൊരു പോയിന്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, രണ്ട് സമയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് രണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. രാത്രിയും പകലൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. ഭൂമി കിടന്ന് കറങ്ങുന്നു, അതിൻ്റെ ഒപ്പം കിടന്ന് ഈ സാധനം കിടന്ന് സൂര്യന്റെ വെളിച്ചം വരുന്നില്ല, അത്രേ ഉള്ളൂ രാത്രിയും പകലും. നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തം കള അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണോ നിങ്ങൾ ഡിസ്റ്റർബ് ആവുന്നത്? 4:30 ബ്രഹ്മമുഹൂർത്തമാണ്. മറ്റു രാജ്യത്തപ്പം എന്താ? അവിടെ 4:30 ആവുമ്പോ ഇവിടെ എവിടെ രാത്രി പകലാവുന്നത്? സൂര്യൻ വരുമ്പോ രാവിലെ, സൂര്യനില്ലാത്തപ്പോ രാത്രി. ഭൂമി കറങ്ങുന്ന ഭൂമിക്ക് അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ രാത്രി പോലെ നമ്മുടെ സങ്കല്പത്തിലോട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സങ്കല്പം മാത്രമല്ലല്ലോ, നമ്മള് കാണുന്ന ഒരു സാധനം, കാണുന്ന വിഷ്വലൈസ് ചെയ്യുന്ന, നമ്മുടെ അനുഭവിക്കുന്ന ഒരു സംഭവം അല്ലേ. ഇന്ത്യ ഇങ്ങനെ കറങ്ങി ഇപ്പുറത്ത് വന്നപ്പോ വെട്ടമില്ല. നമ്മള് കണ്ണടച്ചാലും വെട്ടമില്ലല്ലോ. കണ്ണടച്ച രാത്രി എന്ന് പറയുന്നേ. അതെ, പക്ഷേ ഈ 24 മണിക്കൂറില് ഭൂമി പകുതി കറങ്ങി കഴിയുമ്പോ ഇരുട്ട് വരുന്നതിനെയാണോ രാത്രി എന്ന് പറയുന്നത്? ഇരുട്ട് വരുന്നതിനെയാണ്, സൂര്യൻ പ്രകാശം ഇല്ലാതാവുന്നതിനെയാണ് രാത്രി എന്ന് പറയുന്നത്. കണ്ണടച്ചാൽ ഇരുട്ടാവുന്നതിന് നമ്മൾ രാത്രി എന്ന് പറയില്ലല്ലോ. അങ്ങനെയല്ലല്ലോ നമ്മൾ പൊതുവെ അങ്ങനെ പറയാറ്. ആ ഒരു നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന സങ്കല്പത്തിനും അപ്പുറത്തോട്ടല്ല പറയുന്നത്. എവിടെയാണ് എപ്പോഴാണ് നമുക്ക് ഇരുട്ട് വന്ന് കയറുന്നത് അപ്പം നമ്മൾ രാത്രി നമ്മൾ പറയും.
ശരിക്കും അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. സൂര്യന്റെ പ്രകാശം കടന്നു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ, അതെ. രാത്രിയും പകലും എല്ലാം നമ്മുടെ സങ്കല്പമല്ലേ, ദിശകൾ നമ്മുടെ സങ്കല്പമല്ലേ, സമയവും നമ്മുടെ സങ്കല്പമല്ലേ. ദിശകൾ ദിശ പോലും ഇല്ല. കറങ്ങുന്ന ഭൂമിക്ക് ഇവിടെ ദിശ, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. കറങ്ങുന്ന ഭൂമിക്കോ? കറങ്ങുന്ന ഭൂമിക്കല്ല, ഇന്ത്യക്ക്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കൊരു എല്ലാവർക്കും കോമൺ ആയിട്ടൊരു സാധനം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇന്ത്യൻ ടൈം ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട് അതില്ല. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആവണമെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സ് വേണം. ഇപ്പോൾ എൻ്റെ റൊട്ടീൻ എന്താ പറഞ്ഞാൽ അതിരാവിലെ എഴുന്നേൽക്കുക, മെഡിറ്റേഷൻ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുക, പിന്നെ എനിക്ക് ജപങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്, തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉണ്ട്. ഇനി ചിലപ്പോൾ അത് ബ്രേക്ക് വരാം, കാരണം എൻ്റെ തിരക്കുകളും കാര്യങ്ങളും. ഞാൻ ഏകദേശം ഒരു 10-45 രാജ്യങ്ങൾ കൺസൾട്ടേഷൻ പോകുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ ഓവർനൈറ്റിലായിരിക്കും ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നത്. ഞാൻ അങ്ങനെ ഒരു ടൈം നോക്കി ജീവിക്കുന്ന ഒരാളല്ല. എനിക്കിപ്പോൾ മെഡിറ്റേഷൻ ഞാൻ തോന്നിയാൽ ഞാൻ ഇപ്പം ചെയ്യും. അത് നടറോട്ടിലിരുന്ന് ഞാൻ ചെയ്യും. ഇപ്പൊ രാവിലെ എഴുന്നേറ്റാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, അങ്ങനെ ഒരു ഉത്തമ സമയമില്ല. രാവിലെ എഴുന്നേക്കാനുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണുകൾക്ക് ഡിസ്റ്റർബൻസ് ചെയ്യുന്ന വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചുറ്റുമില്ല. ശബ്ദത്തിന് ചെറിയൊരു ഡൗൺ വരും. പ്രകൃതി കുറച്ച് ശാന്തമായിരിക്കും ആ സമയത്ത്. പിന്നെ ഞാൻ രാത്രിയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ശരീരം ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടാവും. ഈ സമയത്ത് ഞാൻ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് ഏറ്റവും ഉത്തമത്തിലോട്ട് പോകും. പഠിച്ചാൽ നന്നായിട്ട് പഠിക്കാം, വാമ്പ് ചെയ്താൽ നന്നായിട്ട് വാമ്പ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്താൽ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് രാവിലെ എഴുന്നേറ്റ് പ്രകൃതി ആസ്വദിക്കണം, നമുക്ക് അങ്ങനെയും ചെയ്യാം. കാരണം നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആണ്. അതാണ് എൻ്റെ ഉത്തമം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ടെല്ലാം ചെയ്താൽ മതി. അതിരാവിലെ നമുക്കുണ്ടാവുന്ന അതേ മൈൻഡ് സെറ്റിനെ ഒരാൾ 24 മണിക്കൂർ എപ്പോഴാണോ കണ്ടിന്യൂ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, അതാണ് സക്സസ്. രാവിലെ മാത്രമാണ് എനിക്ക് അങ്ങനെ വന്നു പറഞ്ഞാൽ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഞാൻ തന്നെയാണ്, എൻ്റെ ബോധവും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് രാത്രിയും പകലൊന്നും എനിക്കില്ല. എനിക്ക് എപ്പോഴാണോ അതെല്ലാം എൻ്റെ സമാധാനത്തിൻ്റെ ടൈമാണ്. ബ്രഹ്മമുഹൂർത്തമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നന്നാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ആ ഒരു യൂണിവേഴ്സ്, ആ ഒരു പവർ ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു ടൈമാണ് ബ്രഹ്മമുഹൂർത്തം. എൻ്റെ ഉള്ളിലെ ചൈതന്യത്തിന് ശുദ്ധി വന്നാൽ മാത്രമേ ബ്രഹ്മമുഹൂർത്തം ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് കാര്യമുള്ളൂ. എൻ്റെ ഉള്ളിലെ ശുദ്ധിയാണ് അൾട്ടിമേറ്റ്. ഞാൻ എന്ന വ്യക്തിയാണ് ഏറ്റവും അൾട്ടിമേറ്റ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് അപ്പൊ ഞാൻ ശുദ്ധിയാവുന്നത് എപ്പോഴാണ്? ആ ഒരു ടൈമാണ് ഏറ്റവും ഞാൻ ശുദ്ധി ആവുന്ന അങ്ങനെ ഒരു ടൈമില്ല. ഞാൻ ശുദ്ധി ആയിക്കൊണ്ടേയിരിക്കണം. ഞാൻ ശുദ്ധി ആവുന്നൊരു ടൈമില്ല. എന്തിനാ ശുദ്ധിയാവുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റെന്തെങ്കിലും നെഗറ്റിവിറ്റിയോ ഇഷ്യൂസ് വരുമ്പോഴാണ് ശുദ്ധിയാവേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ശുദ്ധിയാണ്. അതാണ് ഈശ്വരൻ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഉള്ളിലെ ചൈതന്യമാണ് ഈശ്വരൻ, ആത്മാവാണ് ഈശ്വരൻ. അതാണ് ആ ഈശ്വരൻ്റെ അംശമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതിനേക്കാളും വലുത് ലോകത്തൊന്നുമില്ല. ബ്രഹ്മമുഹൂർത്തവും ഇല്ല, രാത്രിയും പകലും ഇല്ല, അതിരാവിലെ 4:30 ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അലമ്പ് കാണിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കാണിച്ചു തരാം. അൾട്ടിമേറ്റ് നമ്മളല്ലേ. നമ്മൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിലോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തിനാ? ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാലാണ് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് സക്സസ് ആവുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സജഷനാണ്. ആ സജഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ആ സജഷൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ്. സജഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊരു യോഗിമാരെ കണ്ടാലും ഏതൊരു ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന പ്രോസസ് ഉണ്ടെങ്കിലും അവർ ത്രൂ ഔട്ട് ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ആത്മീയമായ മനോഭാവത്തിൽ, ആത്മീയതയിൽ ഇരിക്കണമെന്നല്ല, ആ മനോഭാവത്തിൽ ഇരിക്കുന്നതാണ് റിയാലിറ്റി. നിങ്ങൾ രാവിലെ 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾ ദൈവത്തെ പോലെ ചിന്തിക്കുന്നു, ബാക്കിയുള്ള 23 മണിക്കൂർ നിങ്ങൾ പിശാചിനെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിന് ആവശ്യമില്ല? അതിൻ്റെ അകത്ത് ആവശ്യമില്ല. അപ്പോൾ ബാബാജിയുടെ ആ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ABCയുടെ ഹെഡായിരുന്നു, ബിഹൈൻഡ് വുഡ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം ഇട്ടെറിഞ്ഞ് നമ്മുടെ ശ്രീബുദ്ധനെ പോലെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ട്രാൻസിഷൻ? എനിക്കൊരു 6ാമത്തെ 7ാമത്തെ വയസ്സ് മുതൽ എനിക്ക് റിയലൈസേഷൻ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ആ റിയലൈസേഷൻ മനസ്സിലാക്കി തുടങ്ങിയത് ഒറ്റപ്പെടലിൽ നിന്നാണ്. എന്തുകൊണ്ട് ഒറ്റപ്പെടുന്നു, എന്തുകൊണ്ട് നമ്മൾ തനിച്ചാവുന്നു, എന്തുകൊണ്ട് നമുക്ക് ചുറ്റും ആരുമില്ല. അപ്പോഴെല്ലാം നമ്മൾ കാണുന്നത്, ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വന്ന ഒരു വ്യക്തി, പക്ക ഓർത്തഡോക്സ് ക്രിസ്ത്യൻ റോമൻ കാത്തലിക് ഫാമിലിയിൽ നിന്ന് ജനിച്ച് വളർന്നൊരു പയ്യനാണ്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ എനിക്ക് ചുറ്റും ഞാൻ നോക്കുമ്പോൾ ആരും കാണുന്നില്ല, നമുക്ക് സപ്പോർട്ടീവായിട്ട് ആരും വരുന്നില്ല. ലൈഫിൽ അന്ന് മുതലേ സ്ട്രഗിളിങ് പീരീഡിലൂടെ കടന്ന് പോകുന്നു. അപ്പോഴെല്ലാം എൻ്റെ മൈൻഡിൽ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെല്ലാം സന്തോഷത്തിലാണ്, അവർ ഈസി ആയിട്ട് സന്തോഷിക്കുന്നു, അവർ ഈസി ആയിട്ട് ആനന്ദിക്കുന്നു, അവർക്ക് ഈസി ആയിട്ട് മറ്റു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അപ്പോഴെല്ലാം ഈശ്വര വിശ്വാസം ഭയങ്കര ഡീപ്പാണ്. ഞാൻ പള്ളിയിൽ അച്ഛനാവാൻ പോയതാണ്. ഭയങ്കര ഡീപ്പായിട്ട് ഞാൻ ഇങ്ങനെ മാതാവിൽ ജീസസ് ക്രൈസ്റ്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്.
ഹിന്ദു മതമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളാ ഇപ്പൊ ആ ഒരു ഓപ്ഷൻ ഇല്ല എനിക്ക് ഓപ്ഷൻ ഇല്ല. കാരണം എനിക്ക് ആരെങ്കിലും ഒരാൾ കൂടെ വേണം. ഒരു രൂപം എന്ന് പറയുന്നത് അന്ന് എൻ്റെ കയ്യിലുള്ളത് 2 രൂപങ്ങളാണ്. ഒന്ന് എനിക്ക് മാതാവിന്റെ, വേളാങ്കണ്ണി മാതാവിന്റെ ഒരു രൂപം, നമുക്കറിയാലോ വെള്ളം നിറയ്ക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപവും. രണ്ടാമതുള്ളത് സെബസ്ത്യാനോസ് പുണ്യാളുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടാവും. ഇത് രണ്ടുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് രണ്ടും എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും എൻ്റെ കൂടെ ഉണ്ട്, മറ്റൊന്നും എൻ്റെ അല്ല. ഈ ബോധത്തിലോട്ട് എത്തേണ്ട ഒന്നും എനിക്ക് എപ്പോൾ വിളിച്ചാലും മാതാവിന്റെ സാന്നിധ്യം അറിയാൻ പറ്റും, എപ്പോൾ വിളിച്ചാലും മാതാവിന്റെ പ്രസൻസ് അറിയാൻ പറ്റും. എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ മുന്നിൽ വരും. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന തുടങ്ങുന്നത് മനുഷ്യർക്ക് തരാൻ പറ്റാത്ത എന്തോ എനിക്ക് എന്റെ കൂടെയുള്ള ശക്തികൾ. എപ്പോഴെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ മാതാവ്? ഒത്തിരി എനിക്ക് ദർശനം കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ദർശനം കിട്ടിയ ആളാണോ പിന്നീട് ഇങ്ങനെയായി മാറിയത്? വളരെ ചെറുപ്പത്തില് മാതാവിന്റെ ദർശനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് തുടങ്ങിയിട്ടുള്ള സ്പിരിച്വൽ പാത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോഴെല്ലാം മറ സൈഡിൽ 90% പെയിനാ, അപ്പുറത്ത് 10% ഇപ്പുറത്താണെങ്കിൽ പോലും ഈ 10%. പക്ഷേ ഏതൊരു ലൈഫ് എടുത്ത് നോക്കിയാലും നമുക്ക് പെയിൻ സ്ട്രഗിളും ഉണ്ടാവില്ലേ? അതിപ്പോ നമ്മള് മാതാവിന്റെ കൂടെ നിന്നുകൊണ്ട് ദർശനം വരെ കിട്ടിയ ഒരാൾക്ക് വളരെ ചെറുപ്പത്തിൽ നമുക്കിത് പറഞ്ഞു തരാൻ ആരുമില്ല. ഞാൻ ഇപ്പോഴത്തെ കാര്യമില്ല ഞാൻ പറയുന്നത്. ആ കുഞ്ഞു ചെറുപ്പത്തിൽ 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് 12 15 വയസ്സൊക്കെ ഒരു പയ്യന് എന്താ ചിന്തിക്കാൻ പറ്റും അപ്പുറത്തോട്ട് സ്പിരിച്വാലിറ്റിയെ പറ്റി? നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മുടെ അന്നത്തെ സ്പിരിച്വാലിറ്റി. അന്ന് അനുഭവിച്ചിരുന്നത് ഇപ്പം സത്യമല്ലാന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ മാറിയത്? എന്ത് മാറി? ക്രിസ്ത്യാനിറ്റി വിട്ട് ഇപ്പൊ ഒരു സന്യാസം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ക്രിസ്ത്യാനിറ്റി വിട്ടിട്ടില്ല. യുഎസിലെ ക്രിസ്ത്യൻ. അപ്പൊ രുദ്രാക്ഷം അത് ആനൊരു ക്രിസ്ത്യൻ ബൗണ്ടറിയിൽ ജീവിക്കുന്നതിന്റെ പ്രശ്നം. ആന പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന 10 പ്രമാണങ്ങളെ വെച്ചിട്ടാണ് ആന സംസാരിക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യൻ ബൗണ്ടറിയിൽ ജീവിക്കുന്ന ഒരാളൊന്നും. രുദ്രാക്ഷം ഇട്ടാൽ എന്താണ് പ്രശ്നം? ക്രിസ്ത്യാനിറ്റിക്ക് എന്താ പ്രശ്നം? കുറി തൊട്ടാ എന്നാ പ്രശ്നം? ഇത് ആരാ പറഞ്ഞു തന്നെ? ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? അങ്ങനെയല്ല. പക്ഷെ ഇപ്പം ഇപ്പം ബാബാജി ഇതേപോലെ ഇന്ന് രാവിലെ എന്തായാലും ഞായറാഴ്ചയാണ്, ഒരു കുർബാനയ്ക്ക് പോയാൽ ഞാൻ ചോദിച്ച അതേ ചോദ്യങ്ങൾ അവിടെയുള്ള വിശ്വാസികൾ ചോദിക്കും. തീർച്ചയായും ചോദിക്കും. ഞാൻ ബൗണ്ടറി ഇല്ലാത്ത സ്പിരിച്വാലിറ്റിയാ പറയുന്നത്. എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ജീസസ് ക്രൈസ്റ്റ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ വീട്ടിലിരിക്കുന്ന വിഗ്രഹങ്ങളിൽ ഇവരെല്ലാവരും ഉണ്ട്. വിഷ്ണു ഉണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദേവിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതെല്ലാം ഒന്നാണെന്ന് എന്നാണോ മനസ്സിലാക്കുന്നത് അന്നാണ് നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുവരെ മറ്റുള്ളവർ പറഞ്ഞു വെച്ചേക്കണ എന്തോ ഒന്നാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ബാബാജി വിശ്വസിക്കുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒരു എനർജി മാത്രമാണ്. ഇതിനെല്ലാം വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും നൽകി, പേരുകളും നൽകി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ നിന്ന് പിരിവ് വാങ്ങിക്കാൻ തുടങ്ങി. ശരിയല്ലേ? ജനിച്ച നാള് മുതൽ സെമിത്തേരിയിലെ കുഴിയിൽ കിടക്കുന്ന എത്ര വർഷം വരെ നമ്മൾ പിരിവ് കൊടുക്കണം? എന്തിനല്ല നമ്മൾ പിരിവ് കൊടുക്കണം? പള്ളിപ്പെരുന്നാള്, വേണ്ട, ആ ജനിച്ച നാള് മുതലുള്ള കണക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഒരിക്കലും ക്രിസ്ത്യാനിറ്റിനെ കുറ്റം പറയുന്നതല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ പ്രശ്നം. ഞാൻ പറയാണ്, ഞാൻ എങ്കിലും ആ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ പറയാം. ജനിച്ച നാള് മുതൽ മരണം വരെ ഞാൻ പറയാം. മാമോദീസയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ നമ്മള് ആദ്യ കുർബാന, വെഞ്ചിരിപ്പ്, ഒപ്പീസ്, കല്യാണം, അതിനിടയ്ക്ക് വേറെ കുറെ ചെലവുകള്, പള്ളിപ്പെരുന്നാള്, അതിനിടയ്ക്ക് പിന്നെ മരിച്ചു, കുഴിയിലടക്കം ചെയ്തു, കുഴി വെഞ്ചിരിക്കണം, കുഴിക്ക് തന്നെ നമ്മൾ ലക്ഷങ്ങൾ പൈസ കൊടുക്കണം, പിന്നെ പ്രാർത്ഥിക്കണതിന് പൈസ കൊടുക്കണം. തീർന്നോ? എല്ലാ ആത്മക്കാരുടെ ദിവസം ആനിന്റെ അടുത്തൊന്നും പ്രാർത്ഥിക്കണ്ടേ? അതിന് പൈസ കൊടുക്കണ്ടേ? വേണ്ടേ? അപ്പോ ഒരു ഡെഡ് ബോഡിയെ വെച്ച് ഇത്രയും ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥലം കാണിച്ചു. ഈയിടെ ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു റീല് വന്നായിരുന്നു. ഇപ്പം മരിച്ച ആ ഒരു ടൈം ക്യാമറമാൻമാരെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന വേറൊരു മതവും ഇല്ല, ക്രിസ്ത്യാനിറ്റി മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത്. പിരിവില്ലാത്ത ഒരു വിശ്വാസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. പിരിവില്ലാത്ത വിശ്വാസം ഒന്നുമില്ല. ഇസ്ലാമിക് വിശ്വാസത്തിൽ പിരിവുണ്ടോ? അവിടെ പിരിവൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അവരുടെ സംഭാവന കൊടുക്കുന്നൊക്കെ ആയിട്ടുണ്ടാവും. എനിക്കറിയില്ല അതിനെപ്പറ്റി, ഞാനൊന്നും അന്വേഷിച്ചിട്ടില്ല. അവര് ഇല്ലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നമ്മൾ ബാബാജീൻ്റെ ഒരു ലുക്കും കാണുമ്പോൾ സദ്ഗുരു കണക്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ സദ്ഗുരു എന്ന ആത്മീയ ഗുരുവിനെ പറ്റി എന്താണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ? ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ കർമ്മ മേഖലയിലൂടെ സഞ്ചരിക്കുന്നു. അൾട്ടിമേറ്റ് കുറേ മനുഷ്യർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്നത് എന്താണോ അത് നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിപ്പോൾ ബീവറേജ് ആണെങ്കിൽ ബീവറേജ് എന്നാ ചെയ്യാൻ പറ്റും? അതിൻ്റെ അകത്ത്
നമുക്ക് നമ്മളിരുന്ന് വീടിൻ്റെ അകത്തിരുന്ന് നമ്മൾ പുറത്തിരുന്നിട്ട് കഥ പറയുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്നാ ഗുണം? ആർക്കെങ്കിലും നമ്മളുടെ ഒരു സമാധാനം കിട്ടണ്ട. വേറെ ശരി, നമുക്ക് എല്ലാവർക്കും പണം കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല. നമുക്കൊരു വാക്ക് കൊണ്ട് അതിൽ സഹായിക്കാമല്ലോ, അല്ലെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞൊരു സഹായം കൊടുക്കാമല്ലോ. അത് മറ്റുള്ളവർ ചെയ്യണം ചെയ്യട്ടെ, പള്ളിയച്ചന്മാർ ചെയ്യണം ചെയ്യട്ടെ, ഉസ്താദന്മാർ ചെയ്യണം ചെയ്യട്ടെ, ഇനി സന്യാസിമാർ ചെയ്യണം ചെയ്യട്ടെ, അവരുടെ കർമ്മകൾ ചെയ്യട്ടെ. ഇനി അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യണമെങ്കിൽ അതിനെ അവർ അനുഭവിക്കട്ടെ. സദ്ഗുരു നല്ലതാണ്, എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. എല്ലാം സദ്ഗുരു ഒരു ബിസിനസ് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? എല്ലാം ബിസിനസ് അല്ലേ, എല്ലാം ബിസിനസ്, എല്ലാം ബിസിനസ്, എല്ലാം ബിസിനസ്സാണ്. സീരിയസ്ലി പണമില്ലാതൊന്നും ജീവിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഞാനും ഇപ്പം എൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുക്കണമെങ്കിൽ ഞാൻ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് വാങ്ങിക്കാത്ത കൺസൾട്ടേഷൻ ഉണ്ട്, പേയ്മെൻറ്റ് വാങ്ങുന്ന കൺസൾട്ടേഷൻ ഉണ്ട്. 2 കൺസൾട്ടേഷൻ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം എന്താ, എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം എനിക്ക് നിലനിൽപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ റോഡിൻ്റെ നടുക്ക് പോയിരിക്കേണ്ടി വരും. പണം വേണം, മനസ്സിലായോ? നമ്മൾ പണിയെടുക്കുന്നതാണ്, കൗൺസിലിംഗ് കൊടുക്കുന്നതാണ്, അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പണം വാങ്ങിക്കും. അതൊരു വലിയ ബിസിനസ്സിലോട്ടൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫോണോട് ഇരിക്കുന്നുണ്ട്, എന്നെ വിളിച്ചാൽ കിട്ടില്ല. ഞാൻ പറയണ്ടല്ലോ, വേണ്ട. ഞാനിത് ഇന്നലെ ആലോചിച്ച് വെച്ചിരുന്നു ഇന്റർവ്യൂ, ഇന്നലെ രാത്രിയെ കണക്ട് ആയത്. ഞാനൊരു ബിസിനസ്സുകാരനല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് പ്രൊമോട്ട് ചെയ്യാത്തത്. എൻ്റെ ഇൻസ്റ്റയിലോട്ട് വരുന്ന മെസ്സേജുകൾ 100-200 മെസ്സേജുകൾ, എനിക്ക് തോന്നുന്നു ഒരു 10,000-2000 മെസ്സേജുകളൊന്ന് പെൻഡിങ് അടിച്ചെടുക്കുക. എൻ്റെ കോളുകൾ എനിക്ക് പെൻഡിങ് അടിച്ചെടുക്കുക. എൻ്റെ ലക്ഷ്യം ഇതൊന്നല്ല. ഞാൻ എങ്ങനെയോ ഇതിലോട്ട് എത്തിപ്പെട്ടതാണ്. ഞാൻ അറിയില്ല, ഞാൻ മറ്റൊരു പ്രൊഫഷനിൽ നിന്ന് ഇതിലോട്ട് എത്തിപ്പെട്ടതാണ്. എനിക്ക് ബിസിനസ് ആക്കണമെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് ബിസിനസ് ആക്കാം, ഓക്കെ. പക്ഷെ അത് എൻ്റെ സമാധാനമല്ല. ആ ബിസിനസ് ഞാൻ ആക്കുന്നത് എൻ്റെ നീഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ എനിക്കൊരു കാറ്, വലിയൊരു വീട്, ഒരു ബംഗ്ലാവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ആക്കുന്നത്. അതിനേക്കാളും വലുതെന്തെന്ന് പറയുന്നത് എൻ്റെ ഈശ്വരനാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നാളെ ഒരിക്കലും ഒന്നുമില്ലാത്തവനായി റോഡ് സൈഡിൽ ഇരുന്നാൽ പോലും ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അവിടെയും എൻ്റെ ഭഗവാൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശ്വരൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഞാൻ ജീവിക്കുന്നു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരീക്ഷണങ്ങളോട് നമ്മൾ കടന്നു പോയേ പറ്റൂ. എനിക്ക് തരുന്നതും ഭഗവാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, എന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും ഭഗവാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2 പുള്ളിയാണ്. തന്നിട്ടുണ്ടെങ്കിൽ അതിന് അനുഭവമുണ്ട്, എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ അനുഭവമുണ്ട്. 2 ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുക, അതിന് ഞാൻ കൃത്യമായി മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ഇടയിൽ സംഭവിക്കണമെന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? തന്നാൽ സ്നേഹമോ, തന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ജീസസ് ക്രൈസ്റ്റ് അല്ല, മാതാവ് അല്ല, ഇനി ആരാണെങ്കിലും മുഖത്ത് നോക്കിയൊരു ഞാൻ ഇത്രയും പൂക്കളൊക്കെ മെഴുതിരി കത്തിച്ചില്ലേ, തനിക്ക് തന്നൂടെ എന്നുള്ള ചോദ്യം നമ്മൾ മനസ്സിലാക്കി ചോദിക്കാൻ തുടങ്ങും. അങ്ങനെയല്ല, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയേ പറ്റൂ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പെയിനാണ്, ഒറ്റപ്പെടലാണ്, ഇല്ലായ്മകളാണ്, സ്ട്രഗിളിംഗ് ആണ്. കാരണം എന്താ, അതിലൂടെ പോയാൽ മാത്രമേ ആനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ചുറ്റുപാടിലാണ്, റിലേഷൻഷിപ്പിലുണ്ടാവും, അച്ഛനമ്മ കൊണ്ട് ഒരുപാട് ബന്ധങ്ങളുടെ നടുക്കാൻ നിൽക്കുന്നത്. ഇതെല്ലാവരും ഒരിക്കലും ഇട്ടിട്ട് പോയി വിചാരിക്കും, എന്ത് സംഭവിക്കും? എനിക്കൊന്നും സംഭവിക്കില്ല. സീരിയസ്ലി ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഓക്കെ, ഒന്നും സംഭവിക്കാൻ നല്ല കാര്യം. എന്നാൽ നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് ആളുകൾക്ക് സംഭവിച്ച ആളുകൾ നമ്മൾ കാണുന്നത് പാനിക്കാവുന്നത്, ടെൻഷൻ അടിക്കുന്നത്, ഇല്ലായ്മകളോട്ട് പോകുന്നത്, ഡിപ്രഷനോട്ട് പോകുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത കരഞ്ഞ് പിഴിഞ്ഞ് നടക്കുന്ന ഒരുപാട് സ്ത്രീകളെ, ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നതിന് ചുറ്റും. അവർക്ക് അറിയാൻ പാടില്ല എന്ത് ചെയ്യണമെന്ന് അടുത്ത്. അവരെവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ ചെല്ലും, പിന്നെയും കുഴി ചാടും. പിന്നെയും അവരാരെങ്കിലും ആശ്വസിപ്പിക്കാൻ ചെല്ലും, അവർ പിന്നെയും കുഴി ചാടും. ഇതെല്ലാം നമ്മൾ ചുറ്റും കാണുന്നത്. അൾട്ടിമേറ്റ് എന്ത് സംഭവിക്കും? അവർക്ക് അവരുടെ ഉള്ളിൽ ഇപ്പോൾ ആനെ സംബന്ധിച്ചിട്ട് ആ കോൺഫിഡൻസ് ഉണ്ട്, ഓക്കെ എനിക്ക് പ്രശ്നങ്ങളില്ല. ഇതെത്ര പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ട്. അതിപ്പം എൻ്റെ ഫാമിലി ആയിരിക്കണം എപ്പോഴും കൂടെ നിൽക്കണം എന്നില്ല, വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും ഒരാളെങ്കിൽ ആളുണ്ടാവും. ഓഹോ, അങ്ങനെയാണോ? ശരി, ജീവിതത്തിന് മുന്നോട്ട് പോട്ടെ, നമുക്ക് നോക്കാം. നല്ല കാര്യം, നമ്മൾ അങ്ങനെ തന്നെ ചിന്തിച്ചു വേണം ജീവിക്കാൻ. അല്ല, ആളിനെ ഉദ്ദേശിച്ചത് പല സാഹചര്യത്തെയും പല ആൾക്കാരായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കൂടെ. അറ്റ്ലീസ്റ്റ് ആ ഒരാൾ പോലും കൂടെ ഇല്ലെങ്കിലുള്ള അവസ്ഥയെ പറ്റിയിട്ട് ഞാൻ ചോദിച്ചത്. അത് എനിക്ക് അൺതിങ്കബിൾ ആയിരിക്കാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു ഒരാളെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ആരുമില്ലാത്തൊരവസ്ഥ നമുക്ക് വരും. അത് ഇപ്പോഴല്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിലും നമുക്ക് വരും. ആ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ നമ്മൾ പോകേണ്ടി വരും. നമ്മൾ ഈ ആളുകൾ, നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ കൂടെ ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞിട്ട് ഇവർ പോയി സൂയിസൈഡ് ചെയ്യും. നമ്മൾ ഞെട്ടിപ്പോവും, ഇവരെന്തിനാ സൂയിസൈഡ് ചെയ്തത്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കൂടെ അങ്ങനെ നമ്മുടെ കൂടെ ചിരിച്ചും കളിച്ചും ഭയങ്കര സൗഹൃദമായിട്ട് നടന്ന ഒരു വ്യക്തി നാളെ നോക്കുമ്പോൾ സൂയിസൈഡ് ചെയ്തു. നമ്മൾ ചിന്തിക്കും ഇവർക്ക് എന്നാ പ്രശ്നമെന്ന്. അവർ ഷെയർ ചെയ്യുന്നില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവിച്ച് നടക്കുന്ന മനുഷ്യരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്.
നമ്മളോട് ചിരിക്കുന്നത്, വർത്താനം പറയുന്നത്. കാരണം അവർക്ക് അറിയാം ഇതിപ്പോൾ നമ്മൾ ദുഃഖവും സങ്കടം കാണിച്ചിട്ട് എന്നാ അവസ്ഥയെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന്. ഈ ഒരു അവസ്ഥ നമുക്ക് വരും കുറേ വർഷങ്ങൾക്ക് ശേഷം. കുറേ ചതികൾ, കുറേ പറ്റിക്കപ്പെടും നമ്മൾ, കുറേ അവസ്ഥ, കുറേ ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ തല മരവയ്ക്കുന്ന, നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്ക് വരും. ഈ അവസ്ഥേനെ മറികടക്കണമെങ്കിൽ അന്ന് നമ്മുടെ ചുറ്റും ആരും ഉണ്ടാവില്ല. അന്നൊരു പക്ഷേ നമ്മുടെ സൗന്ദര്യം ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും, ഒരു പക്ഷേ നമ്മുടെ ഫിനാൻഷ്യൽ സാലറി ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും. നമ്മളിന്ന് നമ്മുടെ കോൺഫിഡൻസ് എന്ന് വിചാരിക്കുന്നത്, നമുക്ക് എന്താണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അത് നാളെ ഒരിക്കലും നമുക്ക് ഇല്ലാണ്ടായി മാറും. അപ്പോഴാണ് നമ്മൾ പാനിക്കാവുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ സ്പിരിച്വൽ ലൈഫിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഇവിടെ നിന്നാണല്ലോ ഞാൻ വന്ന് അവിടേക്ക് ഞാൻ തിരിച്ചു പോകുന്നുള്ളൊരു ബോധം. ആക്ച്വലി ഇതൊരു കോൺഫിഡൻസ്. ആക്ച്വലി നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ അവസാനം മരിച്ചു പോകുന്നത്, നമ്മൾ ഈശ്വരോട്ട് എത്തുന്നൊരു വിശ്വാസം നമ്മളിലൂടെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്കിത് സമാധാനം.